ഗുഡ് ഈവനിങ്. നമ്മൾ ഹിസ്റ്ററിയിൽ നമ്മുടെ തേർഡ് യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ തേർഡ് യൂണിറ്റ് നമുക്കറിയാം ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ്സ് ആണ്. അപ്പോൾ നമ്മൾ സോൾഡറിങ് എങ്ങനെ ചെയ്യാൻ പറ്റും, അതുപോലെ നമ്മുടെ LED ഓക്കെ, ടൈപ്സ് ഓഫ് LED തുടങ്ങി നമ്മൾ എന്ത് ചെയ്തു, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ അവിടെ ഡിസ്കസ് ചെയ്തു. അതുപോലെ നമ്മൾ പൊട്ടൻഷ്യോ മീറ്ററിനെ കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ നമ്മൾ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നമുക്ക് ഇതിൽ നോക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഗാൽവനോമീറ്റേഴ്സ് ആണ്. ഓക്കെ, എന്താണ് ഗാൽവനോമീറ്റേഴ്സ്? അപ്പോൾ ഗാൽവനോമീറ്റേഴ്സ് മെയിൻലി എന്താണ് നിങ്ങൾക്കറിയാം? ഗാൽവനോമീറ്റേഴ്സ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പൊട്ടൻഷ്യോമീറ്റർ ഡിസ്കസ് ചെയ്യുന്ന സമയം നമ്മളോട് ഗാൽവനോമീറ്റേഴ്സിന്റെ യൂസിങ് നമ്മളവിടെ പറഞ്ഞിരുന്നു. അപ്പോൾ ഗാൽവനോമീറ്റേഴ്സ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഗാൽവനോമീറ്റേഴ്സ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് കറന്റ്. ഓക്കെ, അതായത് ഒരു ഇതിൽ കറണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്യും, ഗാൽവനോമീറ്റേഴ്സ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണ് നമുക്ക് അവിടെ നോക്കണം. അപ്പോൾ നമ്മളിതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഡി അറോസൽ മൂവിംഗ് ഗാൽവനോമീറ്റേഴ്സ്, സാധാരണ നമ്മൾ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റേഴ്സ് എന്ന് അറിയപ്പെടാറുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്ത് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരു അറിയാം, നമുക്കൊരു മാഗ്നറ്റിക് ഫീൽഡ് ഓക്കെ, അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറണ്ട് കാരിയും കണ്ടക്ടർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ കറണ്ട് കാരിയും കണ്ടക്ടറിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഒരു ഡിഫ്ലക്ഷൻ അവിടെ കാണിക്കും. അപ്പോൾ ഈ ഒരു ഡിഫ്ലക്ഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ആ വർക്കിംഗ് പ്രിൻസിപ്പിൾ അവിടെ ആക്ട് ചെയ്തു. ഗാൽവനോമീറ്ററിൽ എന്തുണ്ട്, ഒരു കോയിൽ ഉണ്ടാവും, പിന്നെ ഒരു പെർമനന്റ് മാഗ്നറ്റും ഉണ്ടാവും. അപ്പോൾ ആ ഒരു കോയിലിൽ കൂടി നമ്മൾ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ പെർമനന്റ് മാഗ്നറ്റിൽ ഒരു ഡിഫ്ലക്ഷൻ കാണിക്കും. ഈ ഡിഫ്ലക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇതില് നമുക്ക് ഒരു മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിൽ നമുക്ക് എന്ത് ചെയ്യാൻ, ഒരു സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു മിററും അതുപോലെ തന്നെ ഒരു കൗണ്ടർ സ്പ്രിങ് നമ്മൾ എന്ത് ചെയ്തു, അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സെന്ററിൽ എന്ത് ചെയ്യും, നമ്മൾ കോയിലും അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചാണ് എന്ത് ചെയ്ത് അവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് principle in a instrument used for measurement of the current. It is a action is based on a torque acting on a current carrying coil placed in a magnetic field. Okay, അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വയ്ക്കുന്ന സമയത്ത് ഒരു കറണ്ട് കാരിങ് ലൂപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ടോർക്ക് ആക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ടോർക്ക് നമ്മൾ എന്ത് ചെയ്യും, അവിടെ നമുക്ക് ഡിഫ്ലക്ഷൻ ആയിട്ട് കാണാനായിട്ട് പറ്റും. അതാണ് കറസ്പോണ്ടിങ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കറണ്ടിന്റെ വാല്യൂ ആയിട്ട് നമ്മൾ അവിടെ നോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കൺസ്ട്രക്ഷൻ ഇത് കൺസിസ്റ്റ് ഓഫ് എ റെക്ടാംഗുലർ കോയിൽ. ഓക്കെ, എന്ത് ചെയ്യുന്നു, ആ ഒരു കോയിലുണ്ട്, ഒരു റെക്ടാംഗുലർ കോയിൽ വരുന്നുണ്ട്. ആ ഒരു കോയിൽ എന്തായിരിക്കും, ഇൻസുലേറ്റ് കോപ്പർ കോയിലായിരിക്കും അവിടെ വരുന്നത്, അല്ലെങ്കിൽ കോപ്പർ വയർ വെച്ചിട്ടുള്ള കോയിലാണ് വരുന്നത്. ഓൺ എ ബ്രാസ് ഓർ അലുമിനിയം ഫ്രെയിം. ഓക്കെ, ഒന്നുകിൽ ഒരു ബ്രാസ് ഫ്രെയിം അല്ലെങ്കിൽ ഒരു അലുമിനിയം ഫ്രെയിമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ അതിനെ വൈൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, the coil is suspended between cylindrical poles piece of a permanent holds to magnet in north and south by means of a thin phosphor bronze strip. ഓക്കെ, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് നമുക്ക് ഇത് സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കേസാണ്. നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ കാണുന്നത് എന്താണ്, നമ്മൾ കാണുന്നത് മൂവിങ് കോയിൽ തന്നെയാണ്, നീഡിലുള്ളതാണ്, നീഡിൽ ടൈപ്പാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ്, ആ ഒരു ബ്രൗൺ സ്ട്രിപ്പിൽ നമ്മൾ എന്ത് ചെയ്തു, ഈ കോയിലിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു മാഗ്നറ്റ്, ഒരു മിറർ നമ്മൾ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡിൽ എന്ത് ചെയ്തു, ആ നോർത്തും സൗത്ത് പോളുമായിട്ട് നമ്മൾ ഓരോ മാഗ്നറ്റും അവിടെ പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതുവഴി കറണ്ട് പാസ് ചെയ്യാൻ പറ്റി, ഈ കോയിലിൽ കറണ്ട് പാസ് ചെയ്യും. കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അവിടെ ഡിഫ്ലക്ഷൻ കാണിക്കും. അപ്പോൾ ആ ഡിഫ്ലക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, ആ മിറർ വഴി നമുക്ക് അവിടെ അത് അറിയാനായിട്ട് പറ്റും. അങ്ങനെ എന്ത് ചെയ്താൽ മിറർ അറേഞ്ച്മെന്റ് അവിടെ വരുന്നത്. ദ അപ്പർ എൻഡ് ഓഫ് ദ സ്ട്രിപ്പ് ഈസ് അറ്റാച്ച്ഡ് ടു എ സ്ട്രിങ് torsion head. The lower end of a coil is attached to a spring of phosphor bronze. Okay, a soft cylindrical core is placed symmetrically within the coil without touching it. Okay, എന്ത് ചെയ്യുന്നു, ആ ഒരു കോയിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സിലിണ്ടറിക്കൽ കോറൂടെ നമ്മളിവിടെ പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ലൈറ്റ് നമ്മൾ എന്ത് ചെയ്യും, ഫോളോ ചെയ്യിപ്പിക്കും. ഓക്കെ, നമ്മൾ മുൻപ് യൂസ് ചെയ്തിരുന്ന മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് ആണ് ഈ ഒരു ഡിവൈസ്. നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നതിലും എന്താ വർക്കിംഗ് സെയിം തന്നെയാണ്. അവിടെ കോയിലും ബാക്കിയെല്ലാം വരുന്നുണ്ട്. മിററിന്റെ പകരം നമ്മളിപ്പോൾ എന്ത് ചെയ്യും, നമ്മളിപ്പോൾ നീഡിൽ അവിടെ പ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നീഡിൽ പ്ലേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മീറ്റർ റീഡിങ്സ് എടുക്കുന്ന രീതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതുപോലെ നമുക്ക് അവിടെ എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, that is a soft iron core cylinder is placed symmetrically within the core without touching it. It concentrates the lines of force and thus make a magnetic field between the pole piece strong. Okay, a small mirror is attached to a lower portion of the suspension strip. The mirror is used to reflect a beam of light, that is scale. Okay, the current to measure the entire one terminal T1 and passes through the suspension coil, and spring finally leaves the second terminal T2. Okay, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, അവിടുത്തെ ഡിഫ്ലക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ലാമ്പ് പ്ലേസ് ചെയ്യുന്നു, ലാമ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ഫോളോ ചെയ്യും. ഓക്കെ, ഒരു പ്രകാശം, ഒരു ടോർച്ച് വരുന്ന പ്രകാശം എന്ത് ചെയ്യും, ഈ ഗ്ലാസ്സിൽ അവിടെ ഫോളോ ചെയ്യും. അപ്പോൾ ഗ്ലാസിന്റെ ഫ്രണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ട്രാൻസ്പെറൻറ്റ് സ്കെയിൽ നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കറണ്ട് കൊടുക്കുന്ന അനുസരിച്ചുള്ള ഡിഫ്ലക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും, ഇതനുസരിച്ച് നമുക്ക് ഡിഫ്ലക്ഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതാണ് എന്ത് ചെയ്യുന്നത്, അവിടുത്തെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ഗാൽവനോമീറ്ററിലും സെയിം അറേഞ്ച്മെന്റ് തന്നെയാണ്. അവിടെ പിന്നെ മിററിന്റെ സ്ഥാനം നമ്മൾ എന്ത് ചെയ്യും, ഒരു നമ്മുടെ നീഡിൽ പ്ലേസ് ചെയ്യും. ഓക്കെ, ഒരു നീഡിൽ പ്ലേസ് ചെയ്യും. അപ്പോൾ കറണ്ട് കൊടുക്കുന്നതനുസരിച്ച് ആ നീഡിലിന്റെ ഡിഫ്ലക്ഷൻ നോക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്ര ആംപിയർ കറണ്ടാണ് അതുവഴി പോകുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം
പ്രസൻസ് ഉണ്ട്. ഓക്കെ. കറണ്ടല്ല ആ ഒരു എത്രത്തോളം പ്രസൻസ് വരുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ഗാൽവനോമീറ്ററിൽ നിന്ന് പിന്നെ നമ്മൾ അമ്മീറ്ററിലോട്ടും അതുപോലെ തന്നെ വോൾട്ട് മീറ്ററിലോട്ടൊക്കെ അതിനെ കൺവേർട്ട് ചെയ്ത് റെസിസ്റ്റേഴ്സ് ഒക്കെ കണക്ട് ചെയ്തിട്ട് നിങ്ങളിപ്പോൾ ജസ്റ്റ് ആ ഗാൽവനോമീറ്റർ എന്താണെന്ന് മാത്രം ഇവിടെ ഒന്ന് നോക്കി വെച്ചാൽ മതിയാവും. ഓക്കെ. That is, a small mirror is attached to a lower portion of the suspension ring. The mirror is used to reflect a beam of light on the translucent scale. The current to be measured enters the one terminal T1 and passes through the suspension coil and spring finally leaves the terminal T2. Okay. ഇതിന്റെ തിയറി എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഒരു കറണ്ട് ക്യാരിങ് ലൂപ്പ് ആണെങ്കിൽ ഓക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് മുൻ ക്ലാസ്സുകളിലൊക്കെ അവിടെ ഒരു കറണ്ട് ക്യാരിങ് ലൂപ്പ് ആണെങ്കിൽ എന്ത് സംഭവിക്കും ആ കറണ്ട് ക്യാരിങ് ലൂപ്പ് ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യാം അത് തന്നെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഡെവലപ്പ് ചെയ്യും. ഓക്കെ. ഇറ്റ് സെൽഫ് ആയിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ അത് പെർമനന്റ് മാഗ്നറ്റ് എന്ത് ചെയ്യും അവിടെ ഒരു ഡിഫ്ലക്ഷൻ വരും. ഓക്കെ. അതാണ് അവിടെ സംഭവിക്കുന്നത്. ദാറ്റ് ഈസ് ബി ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ. ബി എന്നാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ദാറ്റ് ഈസ് ദ ഇൻഡക്ഷൻ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡക്ഷൻ ഡ്യൂ ടു ദ പെർമനന്റ് മാഗ്നറ്റ്. ഓക്കെ. പെർമനന്റ് മാഗ്നറ്റ് കാരണം വരുന്നത് എന്ത് അവിടുത്തെ ആ ബി എന്ന ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതിൽ തന്നെ നമുക്ക് പറയാം എ എന്താണ് ഏരിയ ഓഫ് ദ കോയിൽ ആ ഒരു കോയിലിന്റെ ഏരിയ ആണ് എ എന്ന് പറയുന്നത്. അതിനടുത്ത് എന്ത് വരുന്നുണ്ട് എൻ നമ്പർ ഓഫ് ടേൺസ് ആയിരിക്കും. ഓക്കെ. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ടോർക്ക് കംപ്ലീറ്റ് ടോർക്ക് നമുക്ക് എന്തെടുക്കാം ടോർക്ക് ഈക്വൽ ടു എൻ ഐ ബി എ സൈൻ തീറ്റ. ഓക്കെ. എൻ ഐ ബി എ സൈൻ തീറ്റ എടുക്കാം. ഇത് നമ്മുടെ ടോർക്കിന്റെ ഇക്വേഷൻ ആണ്. ഓക്കെ. നമ്മുടെ തിയറിയിലോട്ട് പോകണ്ട ജസ്റ്റ് ആ ഒരു ഇക്വേഷൻ മാത്രം നോക്കി വെച്ചാൽ മതി. ഓക്കെ. അപ്പോൾ തീറ്റ ആംഗിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ നിന്ന് മാർക്ക് ചെയ്യാൻ പറ്റും. സോ അവിടെ റൈറ്റ് ആംഗിൾ വരുവാണെങ്കിൽ തീറ്റയുടെ വാല്യൂ എന്തായിട്ട് മാറും സൈൻ 90 ആയിട്ട് മാറും. അങ്ങനെ ടോ ഇസ് ഈക്വൽ ടു എൻ ഐ ബി എ സൈൻ 90 സൈൻ 90 എന്താണ് 1 ആണ്. അങ്ങനെ എൻ ഐ ബി എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ ഈ രീതിയിലാണ് എന്ത് ചെയ്യും നമുക്ക് ആ ഒരു വാല്യൂ നമുക്ക് ഇവിടെ എടുക്കാനായിട്ട് സാധിക്കുന്നത്. Let theta be the phi be the steady angular deflection of the coil, then the elastic torque developed in the suspension is c theta, where c is the torsional constant of the suspension. അതായത് നമ്മൾ പറഞ്ഞു സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് പറഞ്ഞല്ലോ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെ സസ്പെൻഡ് ചെയ്ത് നിർത്തിക്കുന്നതുകൊണ്ട് തന്നെ അതിന്റെ ടോർഷൻ കാരണം എന്ത് ചെയ്യും ആ ഒരു സ്പ്രിംഗിലാണ് നമ്മൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു മിറർ അറേഞ്ച്മെന്റ്സിന്. അപ്പോൾ അത് വരുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ഒരു സി ഫൈ എന്ന് പറയുന്ന രീതിയിൽ ആ ഒരു വാല്യൂ നമ്മൾ അവിടെ ഒപ്റ്റെയിൻ ചെയ്യുന്നത്. സ്റ്റെഡി ആംഗുലർ ഡിഫ്ലക്ഷൻ ഫൈയും സി അവിടുത്തെ എന്താണ് സസ്പെൻഷൻ കോൺസ്റ്റന്റ് ആണ് ടോർഷൻ കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നത് സി എന്ന് ഇവിടെ പറയുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ദറ്റ് ഇസ് ഐ ഇസ് ഈക്വൽ ടു സി എൻ എ ബി ബൈ ഫൈവ് എന്ന് പറയാം ഓർ ഐ ദറ്റ് ഇസ് കറണ്ട് ഇസ് ഈക്വൽ ടു കെ ഫൈവ് നമുക്ക് അവിടെ എടുക്കാൻ സാധിക്കും. ഓക്കെ. കെ എന്നാണ് ഇവിടുത്തെ ഗാൽവനോമീറ്റർ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും ദാറ്റ് ഈസ് ആ ഒരു ഡിഫ്ലക്ഷൻ ആംഗിൾ എത്രത്തോളം ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നു എന്ന് നോക്കിയിട്ട് അവിടെ എത്ര ആംബിയർ കറണ്ടാണ് അതിൽ പോകുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ ഇതാണ് നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യേണ്ട ഒരു ഗാൽവനോമീറ്റർ എന്നവിടെ പറയുന്നത്. ഓക്കെ. ഗാൽവനോമീറ്റർ ഈസ് അപ്പോൾ നോർമലി നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഗാൽവനോമീറ്റർ ഈ ഒരു മെത്തേഡ് അല്ല യൂസ് ചെയ്യുന്നത്. നമ്മൾ പ്രിൻസിപ്പിൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത് ഗാൽവനോമീറ്ററിന്റെ വർക്കിംഗ് നമ്മൾ അവിടെ നോക്കേണ്ടത്. ഓക്കെ. ഇതാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന ഗാൽവനോമീറ്ററും ഞാൻ ഇപ്പോൾ പറഞ്ഞ ഗാൽവനോമീറ്ററും. ഓക്കെ. തൊട്ട് മുകളിൽ കിടക്കുന്ന ഇതെന്താണ് ഇത് ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത ആ ഒരു ഗാൽവനോമീറ്റർ ആണ്. അപ്പോൾ അത് നമ്മൾ മിറർ അറേഞ്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ. പക്ഷെ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതിലോ അവിടെ അതിലും എല്ലാം സെയിം വർക്കിംഗ് പ്രിൻസിപ്പിൾ തന്നെയാണ്. നമ്മൾ ഇവിടെ സസ്പെൻഡ് ചെയ്യുന്ന ഈ ഒരു സ്പ്രിംഗ് ഓക്കെ ഒരു ലോവർ സസ്പെൻഷൻ സ്പ്രിംഗ് ഉണ്ട് കാരണം നമുക്ക് അതിന്റെ കൗണ്ടർ ചെയ്ത് തിരിച്ചു വരണം. ഓക്കെ. ഇപ്പോൾ ഞാൻ 1 ആംപിയർ കറണ്ട് കൊടുക്കുന്ന സമയത്ത് 1 ആംപിയറിലോട്ട് പോകും. 1 ആംപിയറിൽ പോയിട്ട് എന്ത് ചെയ്യണം തിരിച്ചതിന് വരണമല്ലോ സീറോട്ട് വരണമല്ലോ. അപ്പോൾ അങ്ങനെ വരാൻ നമ്മൾ സ്പ്രിംഗ് അറേഞ്ച്മെന്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലെന്ത് ചെയ്യുന്നു ഇതൊരു മിറർ അറേഞ്ച്മെന്റ് നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്തത് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ എന്ന് പറയും. രണ്ടും സെയിം തന്നെയാണ്. ഇവിടെയും കോയിലിന്റെ ഇത് തന്നെ നമ്മൾ എന്ത് ചെയ്യും ഇവിടെ ഒരു പോയിന്റർ കണക്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ ഒരു പോയിന്റർ കണക്ട് ചെയ്യുന്നു പിന്നെ സ്പ്രിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഈ ഒരു അറേഞ്ച്മെന്റ് തന്നെ എന്ത് ചെയ്യുന്നു സ്പ്രിംഗ് നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്പ്രിംഗ് എന്ത് ചെയ്യും ഇങ്ങോട്ട് മാറുന്നതനുസരിച്ച് അവിടെ അതിന്റെ ചുറ്റു കൂടും അതനുസരിച്ച് എന്ത് ചെയ്യും തിരിച്ചത് കൗണ്ടർ ചെയ്ത് തിരിച്ച് വന്നോളും. ഓക്കെ. അപ്പോൾ അതാണ് നമ്മൾ എന്ത് പറയുന്നത് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ. ഓക്കെ. അപ്പോൾ അതിന്റെ ഒരു വർക്കിംഗ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത കേസ് തന്നെയാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് തീറ്റ ട്രാൻസ്ഫർ ചെയ്തിട്ട് കറണ്ട് അവിടെ നമുക്ക് എടുക്കാം. തീറ്റ മീൻസ് നേരത്തെ നമ്മൾ പറഞ്ഞതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ ഫൈ നമ്മൾ യൂസ് ചെയ്തു. ഓക്കെ. ട്രിക്സിലൂടെ ഫൈ ആണ്. ഒന്നുകിൽ തീറ്റ എന്നോ ഫൈ എന്നോ നമുക്ക് അവിടെ കൊടുക്കാം. ഓക്കെ. അപ്പോൾ രണ്ടും എന്ത് ചെയ്യുന്നത് സെയിം തന്നെയാണ്. വർക്കിംഗ് പ്രിൻസിപ്പിൾ എഴുതാനൊക്കെ ചോദിക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇത് തന്നെ എഴുതിയിട്ട് മറ്റെന്ത് ചെയ്യാം അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പോൾ ഇന്ന് യൂസ് ചെയ്യുന്ന നോർമലി യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഗാൽവനോമീറ്റർ എന്നവിടെ പറയുന്നത്. ഓക്കെ. ഇതൊക്കെ അതിന്റെ എക്സാമ്പിൾസ് ആണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ഗാൽവനോമീറ്റേഴ്സ് ഒക്കെ ആയിരിക്കും. ഇത് അമ്മീറ്റർ ഇവിടെ ഗാൽവനോമീറ്റർ ആണ് കേട്ടോ. ഇതാണ് നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഗാൽവനോമീറ്റർ. ഓക്കെ. അതിൽ എന്താ ഇതാണ് അതിന്റെ കോയിലും ബാക്കി അറേഞ്ച്മെന്റ്സും ഒക്കെ അവിടെ
വരുന്നത്. ഓക്കെ, വർക്കിംഗ് പ്രിൻസിപ്പിൾ തിയറി എല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, അതിൽ ഒരു അറേഞ്ച്മെന്റിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ചെറിയൊരു വ്യത്യാസം അവിടെ വരുന്നുള്ളൂ. നേരത്തെ വെച്ച് നമ്മൾ സസ്പെൻഡ് ചെയ്തിരിക്കും, ഇപ്പോഴത്തെ എന്ത് ചെയ്യുന്നു, സസ്പെൻഡ് ചെയ്തതിന് പകരം അവിടെ നമ്മൾ കോയിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ കോയിൽ അവിടെ കണക്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ, കറക്റ്റ് എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു വർക്കിംഗ് വരുന്നത് എന്ന് ഇതിനെക്കുറിച്ച് എഴുതാനായിട്ടൊന്ന് അറിഞ്ഞിരിക്കാം. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് നോക്കേണ്ട ഒരു ടോപ്പിക്കാണ് നമ്മുടെ തെർമോ കപ്പിൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്. ഓക്കെ, എന്താണ് തെർമോ കപ്പിൾ? അപ്പൊ എന്താണ് തെർമോ കപ്പിൾ എന്ന് പറയുന്നത്? ഈ തെർമോ കപ്പിൾസ് എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ സെൻസേഴ്സ് ആണ്. എന്താണ് ടെമ്പറേച്ചർ സെൻസേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ടെമ്പറേച്ചർ വേരിയേഷൻ ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു സെൻസറിനെ പറഞ്ഞ പേരാണ് എന്ത്? ഇറ്റ് ഈസ് എ തെർമോ കപ്പിൾ. ഓക്കെ, അപ്പൊ ഇതില് നമുക്ക് ഈ തെർമോ കപ്പിൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ടെമ്പറേച്ചറിനെ ഇലക്ട്രിസിറ്റി ആക്കി മാറ്റാനും പറ്റും. എന്താണ്? തെർമോ കപ്പിൾ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഇലക്ട്രിസിറ്റി ടെമ്പറേച്ചർ നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രിസിറ്റി ആക്കി മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് നമ്മൾ തെർമോ കപ്പിൾസ് എന്ന് പറയാറുണ്ട്. ഓക്കെ, ഒന്ന് മെയിൻലി സെൻസേഴ്സ് ആണ്, ടെമ്പറേച്ചർ വേരിയേഷൻസ് അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സെൻസേഴ്സ് ആണ്. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ യൂസ് ഇറ്റ് ഫോർ കൺവേർട്ടിംഗ് ടെമ്പറേച്ചർ ഇൻറ്റു വോൾട്ടേജസ്. അപ്പോൾ ഒരു ക്വാണ്ടിറ്റിയെ മറ്റൊന്നിലോട്ട് മാറ്റി നമ്മൾ പറഞ്ഞ പേരാണ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു, ഇലക്ട്രിസിറ്റി ആയിട്ട് അവിടെ മാറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് തന്നെ ഒരു ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ്. കാരണം എക്സ്റ്റേണലി പ്രത്യേകിച്ച് ഒരു പവർ സപ്ലൈ വേണ്ട, നമ്മൾ അതിന്റെ അറേഞ്ച്മെന്റ് അനുസരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നോർമലി നമ്മുടെ ടെമ്പറേച്ചർ എന്തായിട്ട് മാറും, വോൾട്ടേജ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട എന്താണെന്ന്, ജസ്റ്റ് എന്ത് ചെയ്യാം, നോക്കി വെച്ചേക്ക് എന്താണ് തെർമോ കപ്പിൾ എന്ന് മാത്രം ഒന്ന് ഡിവൈസ് എന്താണെന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, അപ്പോൾ തെർമോ കപ്പിളിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നോക്കാം. ഒരു തെർമോ കപ്പിളിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സീറ്റ് ബാക്ക് എഫക്റ്റ് ആണ്. ഓക്കെ, എന്താണ് സീറ്റ് ബാക്ക് എഫക്റ്റ് ആണ് തെർമോ കപ്പിളിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ ഒരു സർക്യൂട്ട് രണ്ട് ഡിഫറെന്റ് മെറ്റൽസ് വെച്ചിട്ട്, ഓക്കെ, ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു കോപ്പർ വയറും ഒരു അയൺ വയറും ജോയിൻ ചെയ്യുന്നു. ഓക്കെ, ഇത് ഇവിടെ ഓക്കെ, ഇതാണ് നമ്മൾ തെർമോ കപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഈ PMCC ഇൻസ്ട്രുമെന്റ് നോക്കണ്ട. ഓക്കെ, അത് നോട്ട്സിലുള്ള ഇതാ, അത് നിങ്ങൾ അത് നോക്കണ്ട, ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നോർമലി അല്ലാതെ കണക്ഷൻ മാത്രം അവിടെ നോക്കിയാൽ മതി. നമുക്ക് PMCC ഇൻസ്ട്രുമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആ ഒരു വോൾട്ടേജ് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് PMC എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ്. ഓക്കെ, ഇപ്പോൾ ഇത് രണ്ട് മെറ്റൽസ് ആണ്, ബൈ മെറ്റൽസ് ആണ്. അതായത് ഇതിപ്പോൾ ഒരു കോപ്പർ വയർ ആയിരിക്കും, ഇതിപ്പോൾ അയൺ വയർ ആയിരിക്കും. നമ്മൾ ഓരോ എൻ്റെ അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം നമ്മൾ എന്ത് ചെയ്യുന്നു, ഹീറ്റ് ചെയ്യുന്നു, മറ്റൊരു എന്ത് ചെയ്യുന്നു, നമ്മളവിടെ കൂളാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഒരു വോൾട്ടേജ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, that is, this effect state that when a closed circuit is formed by joining two dissimilar metals at a junction and the junctions are maintained at a different temperature, then a EMF is induced in the closed circuit. മനസ്സിലായോ? അതായത് നമ്മൾ രണ്ട് ഡിഫറെന്റ് മെറ്റൽസ് എടുക്കുന്നു, രണ്ട് ഡിഫറെന്റ് മെറ്റൽസ് എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, അതിന്റെ ആ രണ്ട് എൻഡ്സ് നമ്മളിവിടെ ജോയിൻ ചെയ്യുന്നു. ഓക്കെ, നമ്മളൊരു ഫിഗർ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മളിപ്പോൾ ഒരു ഫിഗറിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ വയ്ക്കാം, ഞാനിതിപ്പോൾ ഒരു മെറ്റലാണ്, അടുത്ത മറ്റൊരു മെറ്റൽ എടുത്തത് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ജോയിൻ ചെയ്യുന്നു. കണ്ടോ, ഇവിടെ ഒരു ജംഗ്ഷൻ വരും, ഇവിടെ ഒരു ജംഗ്ഷൻ വരുന്നു, ഇവിടെ മറ്റൊരു ജംഗ്ഷൻ വരുന്നു. അതിനുശേഷം എന്ത് ചെയ്യുക, അതിനുശേഷം നമ്മൾ അവിടെ ഒരു സൈഡ് എന്ത് ചെയ്യണം, നമ്മളവിടെ ക്യാൻഡിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം, ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, എളുപ്പം ഒന്ന് എന്ത് ചെയ്യുക, നമ്മളവിടെ ഹീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യുന്നു, ഒന്നിനെ അവിടെ ഹീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, ഇവിടെ നമ്മളൊന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, നമ്മളൊന്ന് ചൂടാക്കി കൊടുക്കുകയാണ്. മറ്റൊരു എന്ത് ചെയ്തു, നമ്മളിവിടെ കൂളാക്കി കൊടുക്കുകയാണ്. ഓക്കെ, എന്ത് ചെയ്യുന്നു, ഇവിടെ കൂളാക്കുന്നു. അപ്പോൾ ഇവിടെ ഹീറ്റിംഗ്, ഇവിടെ കൂളിംഗും. അപ്പോൾ രണ്ട് ജംഗ്ഷൻ ഫോം ചെയ്തു, ഒന്ന് ഹോട്ട് ജംഗ്ഷൻ, മറ്റൊന്ന് കോൾഡ് ജംഗ്ഷൻ. അപ്പോൾ ഇതിന് ഇൻ ബിറ്റ്വീൻ എന്ത് ചെയ്യും, ഒരു വോൾട്ടേജ് അവിടെ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇതാണ് ആര് പറഞ്ഞത്, ഫീഡ്ബാക്ക് എഫക്റ്റ് എന്ന ആ ഒരു കണ്ടീഷൻ അവിടെ പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ തെർമോകപ്പിൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഈസ് ബേസ്ഡ് ഓൺ ദ ഫീഡ്ബാക്ക് എഫക്ട്. This effect states that when a closed circuit is formed by joining two dissimilar metal junction and the junctions are maintained at different temperature, then a electromotive force is induced in the closed circuit. Okay, the amount of induced EMF is different for different metal combination and is proportional to the temperature difference of the junction. This is basic thermocouple working principle. Okay, അതായത് എന്താണ്, നമുക്ക് അവിടെ എന്ത് ചെയ്തു, ഡിഫറെന്റ് മെറ്റൽസിന്റെ കോമ്പിനേഷൻ വരുന്നതനുസരിച്ചിട്ട് അവിടെ എന്ത് ചെയ്യാം, ഉണ്ടാകുന്ന കറണ്ടിൽ അല്ലെങ്കിൽ വോൾട്ടേജിൽ വേരിയേഷൻസ് വരാം. അതുപോലെ തന്നെ അവിടെ എന്തിന് പ്രപ്പോർഷണൽ ആണ്, ആൻഡ് കോമ്പിനേഷൻ അതിന്റെ പ്രപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ ഡിഫറൻസ്. ഓക്കെ, ആ ജംഗ്ഷന്റെ ടെമ്പറേച്ചർ ഡിഫറൻസിന് എന്താണ്, അവിടെ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. ഓക്കെ, ദിസ് ഈസ് ദ ബേസിക് തെർമോകപ്പിൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു തെർമോകപ്പിളിന്റെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എന്ത് ചെയ്യുന്നു, നമ്മളൊരു തെർമോകപ്പിൾ ഇവിടെ തന്നിക്കുവാണ്, ഒരു ഹോട്ട് എൻഡ് മറ്റൊരു കോൾഡ് എൻഡ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് ചെയ്യും, when these junction are kept at different temperature, generally cold junction is kept at 0 degree
മെഷറിംഗ് ജംഗ്ഷൻ ഈസ് കെപ്റ്റ് അറ്റ് അൺനോൺ ടെമ്പറേച്ചർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് യൂസ് ചെയ്തിട്ട് അവിടെ നമുക്ക് മെഷർമെന്റ്സ് ഒക്കെ എടുക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസി എത്രയാണ് നമുക്ക് അവിടെ അറിയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് പറയുന്നത് തെർമോകപ്പിളിന്റെ അവിടുത്തെ ഒരു യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അതിന്റെ ടൈപ്സ് ഒന്ന് നോക്കണ്ട. ടൈപ്സ് നമുക്ക് ടി ടൈപ്പ്, ഇ ടൈപ്പ്, ജെ ടൈപ്പ്, കെ ടൈപ്പ്, എസ് ടൈപ്പ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് തെർമോകപ്പിൾസിന്റെ ടൈപ്പ് ആയിട്ട് അവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ടൈപ്പ് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അതിൽ വേണ്ട എന്താണ് തെർമോകപ്പിൾ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അതിന്റെ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടോ ബാക്കിയൊന്നും നിങ്ങൾ എന്ത് ചെയ്യില്ല അവിടെ നോക്കണ്ട. ഓക്കെ, അപ്പോൾ അവിടെ ആ ഒരു ഇ എം എഫ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതാണ് എന്ത് ചെയ്യുന്നത് തെർമോകപ്പിളിന്റെ working എന്ന് പറയുന്നത്. Okay, when the both junction at a different temperature, a current will flow through the meter. The meter will shows the deflection. Okay, നമ്മളവിടെ എന്ത് ചെയ്യുന്നു, മെഷർമെന്റ് എടുക്കാനായിട്ട് കറണ്ട് റിഫ്ലക്ഷൻ മെഷർമെന്റ് എടുക്കാൻ വേണ്ടി ഒരു പി എം സി ഇൻസ്ട്രുമെന്റ് നമുക്കൊരു ഗാലനോമീറ്റർ വെച്ചാലും മതി കേട്ടോ. ഗാലനോമീറ്റർ നമുക്ക് എന്ത് ചെയ്യാം അവിടെ പ്ലേസ് ചെയ്യാം, നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു തെർമോകപ്പിളിന്റെ അഡ്വാൻറ്റേജ്, ഓക്കെ ടൈപ്സ് പറഞ്ഞല്ലോ, ടൈപ്പ് ടി ടൈപ്പ്, ഓക്കെ ടി ടൈപ്പ്, അതുപോലെ ഇ ടൈപ്പ്, ജെ ടൈപ്പ്, കെ ടൈപ്പ് ആൻഡ് എസ് ടൈപ്പ്. അപ്പോൾ അവിടെ വയ്ക്കുന്ന ആ ഒരു വയേഴ്സിന്റെ വ്യത്യാസം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ടൈപ്പ് അവിടെ മാറുന്നത്, കോമ്പിനേഷൻ പോസിറ്റീവ് നെഗറ്റീവ് കോമ്പിനേഷൻസ് ഉണ്ട്, കോപ്പറും കോൺസ്റ്റന്റ്. ഓക്കെ, അങ്ങനെ ടി ടൈപ്പ് എന്ന് പറയും. അപ്പോൾ അതനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത് അവിടെ ഓരോ ടൈപ്സ് അവിടെ മാറുന്നത്. ഓക്കെ, അഡ്വാൻറ്റേജസ് എന്താണ്, that is they follow temperature change with a small time lag, so it can be used to application where rapid change in temperature take place. It responds to those changes very quickly. These are very convenient for measuring temperature at one particular point in a apparatus or a setup. Okay, അതായത് ഇതിന്റെ അഡ്വാൻറ്റേജസ് ആണ്, ക്വിക്കായിട്ട് എന്ത് ചെയ്യും അവിടെ റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, ചെറിയൊരു ടെമ്പറേച്ചർ ചേഞ്ച് വരുമ്പോൾ തന്നെ എന്ത് ചെയ്യും, വളരെ ചെറിയ ടൈം ലാഗോട് കൂടി എന്ത് ചെയ്യും, അത് പെട്ടെന്ന് തന്നെ അത് ഡിറ്റക്ട് ചെയ്ത് റിസൾട്ട് തരും. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ, ഓക്കെ അല്ലെങ്കിൽ അപ്പാരറ്റസിന്റെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ടെമ്പറേച്ചർ ചേഞ്ച് അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് അവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതിന്റെ ആക്യുറസി വളരെ കുറവാണ്. സോ അതുകൊണ്ട് തന്നെ ഡിസഡ്വാൻറ്റേജസ് പറയുവാണ്, ഒരു പ്രിസിഷൻ കൂടിയ മെഷർമെന്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വെക്കാനായിട്ട് പറ്റില്ല. ദേ ഹാവ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് contamination to ensure long life. Okay, they are placed at a very large distance from measuring device. This decrease errors in the result. Okay, അതായത് ഇതിൻ്റെ ഒരു പ്രത്യേകത, നമുക്കിപ്പോൾ എവിടെയെങ്കിലും തീപിടുത്തം എന്തെങ്കിലും അറിയാൻ വേണ്ടി ഒരു ഫയർ അലാം സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരിക്കലും ഫയർ അലാം കൊണ്ടുവയ്ക്കുന്ന സമയത്ത് നമുക്ക് തീ പിടിക്കുന്നത് തന്നെ കൊണ്ടുവയ്ക്കാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ റൂമിന്റെ ഒരു എൻഡിലാണ് തീ പിടിക്കുന്നതെങ്കിൽ നമുക്ക് ആ ഫയർ അലാം എവിടെ വെക്കാൻ പറ്റും, ടോപ്പിൽ വെക്കാൻ പറ്റും. എവിടെയാണ്, നമ്മുടെ റൂഫിന്റെ എവിടെയെങ്കിലും ആയിരിക്കും നമ്മൾ ഫയർ അലാം വെക്കുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ശരിക്കും ഈ ഒരു പ്രിൻസിപ്പിൾ അനുസരിച്ച് വർക്ക് ചെയ്യണമെങ്കിൽ ഈ ഹോട്ട് എൻഡ് കറക്റ്റ് ഹോട്ട് ആയിരിക്കണം. ഓക്കെ, അതായത് ഈ ഒരു ടെമ്പറേച്ചർ സെൻസറിന് എന്ത് ചെയ്യണം, നമ്മുടെ ഈ ഒരു തീയുമായിട്ട് കോൺടാക്റ്റിൽ ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യുള്ളൂ. ഒരുപാട് ദൂരത്ത് ഇരുന്ന് അത് ഡിറ്റക്ട് ചെയ്തില്ല. അങ്ങനെ വരുന്ന സമയത്ത് എന്തായിപ്പോ ഇതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, ദേ ആർ പ്ലേസ്ഡ് അറ്റ് എ വെരി ലാർജ് ഡിസ്റ്റൻസ് ഫ്രം മെഷറിംഗ് ഡിവൈസ്. ദിസ് ഇൻക്രീസസ് ദ എറേഴ്സ് ഇൻ ദ റിസൾട്ട്. ഓക്കെ, റിസൾട്ട് എന്ത് ചെയ്യും, അവിടെ എറേഴ്സ് വരേണ്ട ചാൻസ് കൂടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് അവിടുത്തെ തെർമോ കപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, തെർമോ കപ്പിൾ. അപ്പോൾ ഇത്രയും നോക്കുക, തെർമോകപ്പിളിനെ കുറിച്ച് ഇത്രയാണ് നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, ഓക്കെ അത് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു, അത്തരം കാര്യങ്ങൾ നോക്കി വെച്ചിരിക്കുക. പിന്നെ ഒരു ടൈപ്സ് ഒരു വേണമെങ്കിൽ എഴുതി വെച്ചിരിക്കുക കേട്ടോ, എങ്ങനെയാണ് ആ ഡിഫറെൻറ്റ് ടൈപ്സ് അവിടെ വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് തെർമോകപ്പിൾസ് നോക്കേണ്ടത്. തെർമോകപ്പിൾസ് മീൻസ് എന്താണ്, ഒരു ടെമ്പറേച്ചർ സെൻസർ ആണ്. ഓക്കെ, തെർമോകപ്പിൾ എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചർ സെൻസർ ആണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അത് നോക്കേണ്ട ടോപ്പിക് എന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ ടെസ്റ്റേഴ്സ് ആണ്. ഓക്കെ, ഇലക്ട്രിക്കൽ ടെസ്റ്റേഴ്സ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇലക്ട്രിക്കൽ ടെസ്റ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ പല രീതിയിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ കറണ്ട് ഉണ്ടോ എന്നും കറണ്ട് ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ടെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ടെസ്റ്റിംഗ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഡിസ്കസ് ചെയ്യാം, എന്തൊക്കെയാണ് നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നൊരു ഇൻസുലേഷൻ ടെസ്റ്റ് ചെയ്യാം, മറ്റൊരു കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, കണ്ടിന്യൂറ്റി പ്രൊട്ടക്ഷൻ, അത് നിങ്ങൾക്ക് ബാക്കിയെല്ലാം നോക്കുന്നത് നിങ്ങളെ നോട്ട്സ് മെയിൻ നോട്ട്സ് അല്ല, ഇത് വേറെ ഇതാണ് ഞാനിപ്പോൾ എടുത്ത് പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എല്ലാം നിങ്ങൾ നോക്കണമെന്നില്ല, നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യം മാത്രം എന്ത് ഇതിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇൻസുലേഷൻ ടെസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ ചെയ്യുന്നുണ്ട്. പൊളാരിറ്റി ടെസ്റ്റ് ചെയ്യാൻ പറ്റും, എർത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പല ഡിഫറെന്റ് ടെസ്റ്റിംഗ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഇൻസുലേഷൻ ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആ ഒരു കണ്ടക്ടർ, ഓക്കെ ഇപ്പോൾ കംപ്ലീറ്റ്ലി അത് ഇൻസുലേറ്റഡ് ആണോ, ഓക്കെ ഇപ്പോൾ നമ്മളൊരു വയറോ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് കംപ്ലീറ്റ് ഇൻസുലേറ്റഡ് ആണോ നമുക്ക് നോക്കണ്ടേ, ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ ഷോക്സ് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഇൻസുലേഷൻ ടെസ്റ്റ്, ആ ഒരു ഡിവൈസ് കംപ്ലീറ്റ്ലി ഇൻസുലേറ്റഡ് ആണോ എന്ന കേസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ചെക്കിങ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻസുലേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ വർക്കിംഗ് ഇതൊന്നും വേണ്ട, ജസ്റ്റ് ആ ഒരു കേസ് എന്താണ് ടെസ്റ്റിംഗ്, ഓക്കെ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യം മാത്രം അവിടെ ഒന്ന് നോക്കിയിരുന്നാൽ മതിയാവും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ഇൻസുലേഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ മറ്റൊന്നാണ് കണ്ടിന്യൂറ്റി ടെസ്റ്റ് എന്ന് പറയും. ഓക്കെ, അതായത് കണക്ഷൻ കംപ്ലീറ്റ് ആണോ,
കണക്ഷൻ എന്തെങ്കിലും ബ്രേക്ക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റാണ് എന്ത്, കണ്ടിന്യൂറ്റി ടെസ്റ്റ്. ഓക്കെ, ഇലക്ട്രിക്കൽ ടെസ്റ്ററിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു, ഇൻസുലേഷൻ ടെസ്റ്റ്. അതായത് കറക്റ്റ് ഇൻസുലേറ്റഡ് ആണോ, കംപ്ലീറ്റ്ലി ഇൻസുലേറ്റ് ആണോ ചെക്ക് ചെയ്തതാണ് ഇൻസുലേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത കണ്ടിന്യൂറ്റി, സർക്യൂട്ട് കംപ്ലീറ്റ് ആണോ, കണ്ടിന്യൂറ്റി ഉണ്ടോ, എവിടെയെങ്കിലും ഫോൾട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റാണ് കണ്ടിന്യൂറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ. പിന്നെ വേറൊരു ടെസ്റ്റ് ആണ് പൊളാരിറ്റി ടെസ്റ്റ്. ഈ പൊളാരിറ്റി ടെസ്റ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം പോസിറ്റീവ് നെഗറ്റീവ് ഇതുണ്ട്. ഓക്കെ, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നതിൽ നമുക്ക് ഇതിന്റെ കറക്റ്റ് പൊളാരിറ്റി അറിയാൻ വേണ്ടി, ഓക്കെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഫേസ് ആണോ എന്ന കേസ് അറിയാൻ വേണ്ടി യൂസ് ചെയ്ത ടെസ്റ്റിംഗ് ആണ് എന്ത് പറയുന്നത്, പൊളാരിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ടൈപ്സ് ആണ് പഠിച്ചത്. ഇതൊക്കെയായിരുന്നു. ഫസ്റ്റ് വൺ ദാറ്റ് ഈസ് ദ ഇൻസുലേഷൻ ടെസ്റ്റ്. then അടുത്ത് പറഞ്ഞ എന്താണ്, ഫസ്റ്റ് ഇൻസുലേഷൻ ടെസ്റ്റ്, കണ്ടിന്യൂറ്റി ടെസ്റ്റ്, പിന്നെ പൊളാരിറ്റി ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് അത് മെയിൻലി വരുന്നത്. അപ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ ടെസ്റ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രിസിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് പൊളാരിറ്റീസ് ഒക്കെ, ഓക്കെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഫേസ് ആണോ എന്ന കേസ് നമുക്ക് ഇവിടെ അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിക്കൽ ടെസ്റ്റേഴ്സ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്ന ഈ ഒരു സോളാർ സെൽസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കേസാണ് ഈ സോളാർ സെൽസ്. എന്തിനാ യൂസ് ചെയ്യുന്നത്, സോളാർ സെൽ യൂസ് ചെയ്തിട്ട് നമുക്ക് സൺലൈറ്റ് എന്താക്കി മാറ്റാൻ പറ്റും, ഇലക്ട്രിസിറ്റി ആക്കി നമുക്ക് ഇവിടെ മാറ്റാൻ പറ്റും. ഒന്നുകിൽ ഫോട്ടോ വോൾട്ടായിക് സെൽ എന്നോ അല്ലെങ്കിൽ നമ്മൾ സോളാർ സെൽസ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഇതിനെ അറിയപ്പെടാറുണ്ട്. ഓക്കെ, that is a solar cell is also known as a photovoltaic cell or a PV cell, is defined as the electrical device that convert light into electrical energy. Okay, through photovoltaic effect. Photovoltaic effect വെച്ചുകൊണ്ട് ഒരു ലൈറ്റിനെ എന്താ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഡിവൈസിന് പറഞ്ഞിട്ടാണ് എന്ത്, സോളാർ സെൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ സോളാർ സെൽസ് എന്ത് തന്നെയാണ്, ഒരു PN ജംഗ്ഷൻ ഡയോഡ് തന്നെയാണ്. അപ്പോൾ സോളാർ സെൽസ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ഡിവൈസസ് നിർമ്മിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് എല്ലാത്തിനും പവർ അപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഇലക്ട്രിസിറ്റി നമുക്ക് ഇവിടെ കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു സോളാർ സെല്ല് പ്രൊവൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു സോളാർ സെല്ലിൽ നിന്ന് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് ഏകദേശം ഒരു 0.5 to 0.6 വോൾട്ട് ആയിരിക്കും. അപ്പോൾ അത് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വലിയൊരു ലൈറ്റ് നമുക്ക് അവിടെ പ്രകാശിപ്പിക്കേണ്ടി പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്യും, സോളാർ സെൽസിനെ ഗ്രൂപ്പ് ചെയ്ത് നമ്മൾ എന്താക്കി മാറ്റുന്നത്, സോളാർ പാനലാക്കി മാറ്റുന്നത്. ഓക്കെ, ചെറിയ ചെറിയ സോളാർ സെൽസിനെ എന്ത് ചെയ്യാറുണ്ട്, ഗ്രൂപ്പ് ചെയ്തിട്ട് എന്താക്കി മാറ്റും, വലിയൊരു സോളാർ പാനലാക്കി മാറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 0.6 ആണ്. അതേപോലെയുള്ള മൾട്ടിപ്പിൾ സെൽസ് വരുമ്പോൾ എന്ത് ചെയ്യും, 0.6 ഇൻറ്റു എത്ര സെല്ല് വരുന്നത് അത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അതനുസരിച്ചുള്ള എന്ത് കിട്ടും, ഔട്ട്പുട്ട് നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ സോളാർ സെല്ലിന്റെ ഒരു കൺസ്ട്രക്ഷൻ നോക്കുകയാണെങ്കിൽ ബേസിക്കലി എന്ത് ചെയ്യുന്നത്, ഒരു ജംഗ്ഷൻ ഡയോഡ് തന്നെയാണ്. although its construction is little bit different from the conventional PN junction. ഓക്കെ, ബേസിക്കലി ഒരു ജംഗ്ഷൻ ഡയോഡ് ആണെങ്കിലും സാധാരണ PN ജംഗ്ഷൻ എന്ത് ചെയ്യുന്നു, ചെറിയൊരു വ്യത്യാസം അവിടെ വരുന്നുണ്ട്. ഓക്കെ, a very thin layer of P-type semiconductor is ground in a relatively thicker N-type semiconductor when we apply a few finer electrodes to the top of the P-type semiconductor. Okay, അതായത് നമ്മുടെ ഇപ്പോൾ ചെയ്യുന്നതിൽ ഒരു തിൻ ലെയർ P-type semiconductor ആണ് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ പുറത്ത് വയ്ക്കുന്നത് ഒരു തിക്കർ ആയിട്ടുള്ള N-type semiconductorന്റെ പുറത്ത് പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇലക്ട്രോഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇലക്ട്രോഡ് അവിടെ എന്ത് ചെയ്യും, the electrode does not obstruct the light to reach the P-type layer. Just below the P-type layer there is a PN junction. ഓക്കെ, അപ്പോൾ P-type ലെയറിന് തൊട്ട് താഴെ ഒരു PN ജംഗ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ ലൈറ്റ് എന്ത് ചെയ്യും, അവിടുന്ന് ആ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. കേട്ടോ, ഈ രീതിയിൽ ലൈറ്റ് ഒന്ന് ഹിറ്റ് ചെയ്യുന്നു, ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യും, അങ്ങനെ എന്ത് ചെയ്യും, കറണ്ട് ജനറേഷൻ അവിടെ നടക്കും. ഓക്കെ, when a light reaches the PN junction, the light photon can easily enter the junction through very thin P-type layer. The light energy in the form of photons supplies sufficient energy to the junction to create a number of electron hole pairs. Okay, ആ junction എന്ത് ചെയ്യുന്നു, എനർജി പ്രൊവൈഡ് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്തിട്ട് അവിടെ ഇലക്ട്രോൺ ഹോൾ സ്പേസ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. The instant light break the thermal equilibrium of the condition of junction. The free electron in the depletion layer can quickly come to the P type of the junction. Okay, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ ഡിസ്കസ് ചെയ്ത പോലെ അവിടെ നമ്മൾ PN ജംഗ്ഷനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ അതുപോലെ തന്നെ അവിടെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫോട്ടോൺസ് ഹീറ്റ് ചെയ്യിപ്പിക്കുന്ന അവിടെ ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ജനറേറ്റ് ചെയ്യും, അങ്ങനെ എന്ത് ചെയ്യും, ഇൻസൈഡിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് സിമിലർലി the holes in the depletion layer can quickly come to the P type side of the junction once the newly created free electron come to N-type side, cannot further cross the junction because of the barrier potential. Okay, അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ ജനറേറ്റ് ചെയ്യുന്ന ഇത്തരം ഇലക്ട്രോൺസ് ഹോൾസ് എന്ത് ചെയ്തു, ആ ജംഗ്ഷൻ അവിടെ ക്രോസ് ചെയ്യും, അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്,
അവിടെ ആസ് ദ റിസൾട്ട് ഓഫ് ദിസ് ദ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ബിക്കം ഹയർ ഇൻ വൺ സൈഡ്. ഒരു സൈഡിൽ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ അവിടെ കൂടുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യും, അവിടെ എൻ ടൈപ്പ് സൈഡ് ഓഫ് ജംഗ്ഷൻ ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ദ ഹോൾസ് ബിക്കം മോർ ഇൻ ദ അതർ സൈഡ്. ഓക്കെ, പി ടൈപ്പ് ജംഗ്ഷൻ, പി എൻ ജംഗ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു ബാറ്ററി സെല്ലുകൾ എന്ത് ചെയ്യുന്നത് അവിടെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അവിടെ ഹോൾസ് കൂടുന്നല്ലോ, അപ്പോൾ എന്ത് ചെയ്യുക, ഒരു ബാറ്ററി സെല്ലുകളെ ആക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അവിടെ ഒരു ലോഡ് കണക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒരു കറണ്ട് അതുവഴി ഫ്ലോ ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, ഈ ഒരു സോളാർ സെല്ല് അവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിലൊരു വർക്കിംഗ് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം. ആ ഒരു രീതിയിൽ എന്ത് ചെയ്യണം, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഇവിടെ അറിഞ്ഞിരിക്കണം. ഓക്കെ, ദെൻ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ ദ സോളാർ സെൽ. സോളാർ സെൽ നമുക്ക് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് സിലിക്കൺ, ഗാലിയം ആക്സൈഡ്, കാഡ്മിയം ടൈറ്റനൈഡ്, CuLn SC2. ഓക്കെ, ഇത്രയൊക്കെ എന്താ ചെയ്യുന്നത്, അവിടെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്. That is criteria for material to be used in a solar cell. Must have a band gap from 1 electron to 1.8 electron volt. Must have a high optical absorption. Must have high electrical conductivity, and the raw material must be available in abundance, and cost of the material should be low. സോളാർ സെൽസ് അഡ്വാൻറ്റേജസ് ഒക്കെ അറിയാലോ, ഇതൊക്കെ നമുക്ക് മുൻപ് ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് എടുത്ത് പറയാത്തെ, അതൊക്കെ ഒന്ന് എഴുതുക. പൊല്യൂഷൻ ഫ്രീ ആയിരിക്കും, ലോങ് ടൈം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ കോസ്റ്റ് വേണ്ട, ഇതൊക്കെ അവിടെ എന്ന് പറയുന്നത്. ഓക്കെ, ഡിസഡ്വാൻറ്റേജസ് ഹൈ കോസ്റ്റ് ആണ്, വളരെ കോസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ അതിന്റെ റിസർച്ച് നടക്കുന്നുണ്ട്, കാരണം അതിന് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് റിസർച്ച് അവിടെ നടക്കുന്നുണ്ട്. എഫിഷ്യൻസി കുറവാണ്, കാരണം ചെറിയൊരു സെല്ലിൽ കുറച്ച് വോൾട്ടേജേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ക്ലൗഡി ഡേ ഒക്കെ ആണെങ്കിൽ നമുക്ക് എനർജി പ്രൊഡക്ഷൻ അവിടെ നടക്കത്തില്ല. ഓക്കെ, യൂസ് ഓഫ് സോളാർ സെൽ ഫോർ ജനറേഷൻ സിസ്റ്റം. ഓക്കെ, ചാർജിങ് ബാറ്ററീസ്, ലൈറ്റ് മീറ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്യാം, അവിടെ യൂസ് ചെയ്യാം. ഈ സോളാർ സെൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ സെൻസേഴ്സ് ആയിട്ട് നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ ഈ ഒരു ചാപ്റ്ററിൽ അവിടെ വരുന്നത്. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് കൊണ്ട് നോക്കുക. ഈ പഠിപ്പിച്ചത് ഫസ്റ്റ് യൂണിറ്റ് തൊട്ട് തേർഡ് യൂണിറ്റ് വരെ എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ അത് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.